കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഷാനു സമദ് ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ കൂട്ടുകാരൊക്കെ രാവിലെ തിരക്കിട്ട ജോലിയിലാണല്ലേ. സമയം പോലെ നിങ്ങൾ എൻ്റെ ബ്ലോഗ് കണ്ടാൽ മതിയേ. നിങ്ങളെല്ലാവരും കാണുമെന്ന് പറയുമല്ലോ എന്നോട്. കാണുന്നവരൊക്കെ ഒരു ലൈക്ക് അടിക്കണേ. എനിക്ക് ആരൊക്കെയാണ് കണ്ടതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. എൻ്റെ കൂട്ടുകാർക്കൊക്കെ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റിന്? അതൊക്കെ പോട്ടെ, നിങ്ങൾ രാവിലെ ചായ കുടിച്ചായിരുന്നോ? ഞാൻ ആദ്യമേ ഒരു ചായ ഇട്ട് കുടിക്കുവേ, അതിന് ശേഷമേ ബാക്കി എല്ലാ ജോലിയും ചെയ്യുകയുള്ളൂ. എൻ്റെ കൂട്ടുകാരിൽ ആരാ ഓണത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്? എനിക്ക് ഓണസദ്യയും വേണം, 2 കൂട്ടം പായസവും തരണേ. നിങ്ങൾ എന്നെ വിളിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും. രാവിലെ ചായ ഇടാൻ വേണ്ടി പാല് അടുപ്പിൽ വെച്ചപ്പോഴാണ് തേയിലപ്പൊടി തീർന്നിരിക്കുന്ന കാര്യം അറിഞ്ഞത്. പിന്നെ തേയിലപ്പൊടി പൊടിച്ചിട്ടിട്ട് ഞാൻ അതിൽ ഏലക്ക എടുത്ത് മിക്സിയിൽ പൊടിച്ച് തേയിലപ്പൊടിക്കകത്തോട്ടിടുവേ. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ചായ കുടിക്കാൻ. ഓരോ ഏലക്ക 2 ഏലക്ക വെച്ചിടണമെങ്കിൽ ഏലക്കക്കൊക്കെ ഇപ്പം ഭയങ്കര വിലയല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഏലക്കാനെ എടുത്ത് പൊടിച്ചിട്ട് ആ പൊടി അതിലേക്കിട്ട് മിക്സ് ചെയ്യുവേ. ഇനി ചായ കുടിച്ചിട്ടാകാമല്ലേ ബാക്കി കാര്യങ്ങൾ. കുറച്ച് കൂട്ടുകാർ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട്, അവർ പറയുവാണ് എൻ്റെ ചായക്ക് നല്ല ടേസ്റ്റാണെന്നും നല്ല ചായയാണ്, സൂപ്പറാണെന്നൊക്കെ. നിങ്ങൾ കുടിച്ച് നോക്കാതെ എങ്ങനെ മനസ്സിലായി എൻ്റെ ചായ അടിപൊളിയാണെന്ന്? ചായ കുടിച്ച ശേഷം ഞാൻ ഇന്നലെ രാത്രി ക്യാബേജ് മിക്സിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ, ക്യാബേജ് തോരൻ വയ്ക്കാൻ. അതിനെ എടുത്ത് രാവിലെ തോരൻ വയ്ക്കാൻ പോവാണ്. എൻ്റെ പ്രീതി മിക്സിയിലാണ് ഞാൻ ഇതൊക്കെ അരിഞ്ഞെടുക്കുന്നത്. അതിലേക്ക് തേങ്ങ എല്ലാം ഒതുക്കിയിട്ട് അത് ഞാൻ അടച്ചവിടെ വെച്ച് അവിടെ ചെറുതീയിലിരുന്ന് വെന്തോളുമല്ലോ. പിന്നെ റൈസ് കുക്കർ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ തിളയ്ക്കാൻ ഗ്യാസിലേക്ക് എടുത്ത് വെച്ച്. ഈ മിക്സിയിൽ അരിഞ്ഞെടുക്കുവാണെങ്കിൽ നല്ല പൊടി പോലെ കിട്ടുക, നല്ല ടേസ്റ്റാണ് അന്നേരം. പിന്നെ ചിക്കൻ മസാല വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ വറുത്തെടുക്കണം. ചക്കിക്കും കിച്ചുമോനിക്കും ചോറ് കൊടുത്തുവിടാനുള്ള കറികളാണ് ഇതൊക്കെ. നിങ്ങളെല്ലാവരും എന്താ ഇന്ന് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ? അവർക്ക് വൈകുന്നേരം വരെ ക്ലാസ് കാണുകയല്ലായിരിക്കും അല്ലേ, എക്സാം ആയതുകൊണ്ട്. ചക്കിക്ക് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്, എക്സാം കഴിഞ്ഞ് ബാക്കി നേരം അവർ ക്ലാസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കിച്ചുമോനിക്ക് പിന്നെ എക്സാം തുടങ്ങിയിട്ടില്ല, അവൻ കോളേജിലായതുകൊണ്ട്. അത് രണ്ടും റെഡിയായ ശേഷം എൻ്റെ ആ സ്പെഷ്യൽ കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടല്ലോ, അതും കൂടെ വെക്കുവാണ്. അതും എണ്ണ ഒട്ടിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും കിഴങ്ങും കറിവേപ്പിലയും ബാക്കി മസാലപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഒക്കെ ഇട്ടത് അടച്ച് വേഗം വെച്ചേക്കുവാണ്. അപ്പോഴേക്കും എൻ്റെ ചക്കി എഴുന്നേറ്റ്. പിന്നെ ഞാനും ചക്കിയും കൂടെ കുറച്ച് ഓട്സ് ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. ചക്കി പായസം വന്നും പറഞ്ഞാണ് ഓട്സ് കുടിക്കുന്നത്. ചക്കീനെ പായസം ആണെന്നും പറഞ്ഞ് ഞാൻ പണ്ട് പറ്റിക്കുമായിരുന്നു, അതുകൊണ്ട് ചക്കി ഇപ്പോഴും പായസം ആണെന്നും പറഞ്ഞാണ് കുടിക്കുന്നത്. അപ്പോഴേക്കും 8 മണിയായ സമയം. പിന്നെ ഞാൻ പെട്ടെന്ന് ചക്കീനെ കുളിപ്പിച്ച് റെഡിയാക്കി എടുത്ത്. കുറേ ദിവസം വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഇന്നലെ ചക്കീനെ എക്സാം എഴുതിക്കാൻ മാത്രം വിട്ടതേ ഉള്ളൂ. എക്സാം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്ന് ഇന്ന് ചക്കി ഒത്തിരി ദിവസത്തിന് ശേഷം ചക്കി ഇന്ന് സ്കൂളിൽ വൈകുന്നേരം വരെ ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ ചക്കിയോട് ഞാൻ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്, നിന്നെ ഇന്ന് വിളിക്കാൻ വരികയല്ല, അതുകൊണ്ട് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ കയറി വരണമെന്ന്. അപ്പോൾ ചക്കി പറയാം, അത് വേണ്ട, എക്സാം കഴിഞ്ഞ് എന്നെ വിളിച്ചേക്കണേന്ന്. ഞാൻ പറഞ്ഞ്, ഇല്ല, നീ വൈകുന്നേരം വരെ ഇരിക്കണം, അത്രയും നേരം എനിക്ക് കുറച്ച് മനസമാധാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ചക്കി എന്നോട് പറയുവാണ്, ഉമ്മയ്ക്ക് അപ്പം എന്നെ ഇഷ്ടമില്ല അല്ലേന്ന്. ഞാൻ പറഞ്ഞ ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ ചക്കിയുടെ ലഞ്ചൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു. എന്നിട്ട് ഞങ്ങൾ റോഡിലേക്ക് പോവാണ്. അപ്പൻ്റെ ബസ് വന്ന്. ഇന്ന് ചക്കിയുടെ കൂട്ടുകാരൊന്നും ഇല്ലായ ബസ്സിൽ കയറാൻ. ഒരാൾക്ക് പനിയായിട്ട് കിടക്കുന്നു, വേറൊരാൾ ബസ് വന്നത് അറിഞ്ഞില്ല. പിന്നെ അതേ ഓണടിച്ചപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് വന്ന് കയറിയ. ചക്കീനെ വിട്ട ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എൻ്റെ വീട്ടിലെ പുല്ലൊക്കെ പറിക്കാൻ ഒരണ്ണനുണ്ട്, അണ്ണനിക്ക് ചായ കൊടുക്കണം. അപ്പോൾ ശരി, അടുത്തൊരു ബ്ലോഗുമായി വരാം.